ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓഫർ വീഡിയോയോ സെയിൽ വീഡിയോയോ ഒന്നുമല്ല. ഈ ചാനൽ കാണുന്ന ഭൂരിഭാഗം പേരും ഓൺലൈനായിട്ട് ചെടികൾ വാങ്ങിക്കുന്നവരായിരിക്കും. എൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല, പലരിൽ നിന്നും ചെടികൾ വാങ്ങിക്കുന്നവരായിരിക്കും അല്ലേ. പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ ശേഷം ചിലരെങ്കിലും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, കിട്ടിയപ്പോൾ പ്ലാന്റിന് യാതൊരു ഡാമേജും ഇല്ലായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു, ഫോട്ടോ ഒക്കെ ഇട്ട് തരും. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് പ്ലാന്റ് ഡാമേജ് ആയിപ്പോയി, ലീഫ് കൊഴിഞ്ഞു പോയി, ഇലകൾ ഉണങ്ങിപ്പോയി എന്നുള്ളത്. ഇതുപോലെ ബോക്സിലായിരിക്കും നമുക്ക് പ്ലാന്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് പൊട്ടിച്ച ശേഷം ഇതുപോലെ ശ്രദ്ധിച്ച് ഓരോ സൈഡും നമ്മൾ പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഈ പ്ലാന്റ് ഇപ്പോൾ ഞാൻ ഓൺലൈനായി വാങ്ങിയതല്ല, എൻ്റെ ഒരു കസ്റ്റമർക്ക് അയച്ചിട്ട് കസ്റ്റമർ അവിടെ ഫോൺ എടുക്കാത്തത് കൊണ്ട് അത് തിരിച്ചു വന്നതാണ്. അത് തമിഴ്നാട്ടിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, അവർ ഫ്രം അഡ്രസ്സിൽ വിളിച്ചതുമില്ല. അങ്ങനെ ഒരു 12ാമത്തെ ദിവസമാണ് എനിക്ക് പ്ലാന്റ് കയ്യിൽ കിട്ടുന്നത്. പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ പ്ലാന്റ് കിട്ടിക്കഴിയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ വേണം ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട്. ഇത് 2 ലെയറായിട്ടാണ് പാക്ക് ചെയ്തിരുന്നത്. ഉള്ളിൽ പ്ലാന്റ്സിനെ മാത്രം കവർ ചെയ്തുകൊണ്ട് ഒരു ഹാർഡ്ബോർഡ് ബോക്സ് വെച്ച് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ പ്ലാന്റ്സും തന്നെ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. ചില പ്ലാന്റ്സ് മാത്രമാണ് പേപ്പറിൽ റോൾ ചെയ്യുന്നത്. വലിയ കംപ്ലൈൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ലാത്ത പ്ലാന്റുകൾ മാത്രമാണ് പേപ്പർ റോൾ ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ അയച്ചതുപോലെ തന്നെ പ്ലാന്റ്സ് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പേപ്പർ കവറിങ് ഇനി മാറ്റി കൊടുക്കാം. അതിനുള്ളിൽ കവറിൽ അതുപോലെ തന്നെ ആ കവറോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെയാണ് അയക്കുന്നത്. ഇതിലെ മണ്ണ് നമ്മൾ അല്പം ഒഴിവാക്കാറുണ്ട്. ഒരുപാട് മണ്ണാകുമ്പോൾ അത് വെയിറ്റ് കൂടാനും കൊറിയർ ചാർജ് ഒരുപാട് കൂടാനും ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് അയക്കുന്നത്. ഇനി ചിലരൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മണ്ണ് കാണുമ്പോൾ ഇതൊരു കട്ട മണ്ണാണ്, ഇത് കൊള്ളില്ല, ഇതിൽ നിന്ന് റൂട്ട് പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ഈ മണ്ണ് റിമൂവ് ചെയ്യും. ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റൂട്ടുകൾ ഡാമേജ് ആയി പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് അടിഭാഗത്ത് അല്പം ഒരു ഭാഗത്തോളം പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കിട്ടിയ പ്ലാന്റ് അതേപടി അതിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. അതിലത്തെ മണ്ണൊന്നും ഒരല്പം പോലും കളയേണ്ട ആവശ്യമില്ല. അതേപടി തന്നെയാണ് ഞാനിതാ ഇറക്കി വെക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി പോട്ടി മിക്സും കൂടെ അതിലേക്കിട്ട് ഫില്ലാക്കി എടുക്കാം. ഞാനിവിടെ പോട്ടി മിക്സായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണും അല്പം ലീഫ് മോൾഡും ചകിരിച്ചോറും ചാണകപ്പൊടിയാണ് കേട്ടോ. ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ അയക്കുന്ന സമയത്തുള്ള ആ പ്ലാന്റിലെ മണ്ണ് കട്ടയായിട്ട് നിൽക്കുന്നതെന്നുള്ളത്. നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കുന്നത് സാധാരണ മണ്ണിലാണ്. അതിൽ ചകിരിച്ചോറോ കൂടുതൽ വളമോ ഒന്നും ആഡ് ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫംഗൽ ബാധ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കട്ടിങ്സ് പിടിപ്പിക്കുമ്പോൾ കൂടുതൽ വളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ റൂട്ട് പിടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്ലാന്റ്സ് റൂട്ടിങ് ചെയ്യുന്ന സമയത്ത് അഥവാ കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിന് കൂടുതൽ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ കുറച്ച് ഈ കവറിൽ നിന്ന് കുറച്ച് മണ്ണ് റിമൂവ് ചെയ്തിട്ടാണ് അതിനെ കവർ ചെയ്തെടുക്കുന്നത്. അത് കണ്ടില്ലേ, നല്ല ലൂസ് മണ്ണാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൊട്ടി ഒഴിവാക്കുന്നത് കാണിച്ചത്. അത് ടൈറ്റുള്ള മണ്ണൊന്നുമല്ല, നല്ല ലൂസ് മണ്ണാണ്. അത് ടൈറ്റ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മളതിനെ പേപ്പർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടാണ് റോൾ ചെയ്യുന്നത്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മണ്ണും റൂട്ടും കൂടെ നല്ല ടൈറ്റായി നിന്നെങ്കിൽ മാത്രമേ ആ റൂട്ടിന് ഡാമേജ് വരാതിരിക്കുകയുള്ളൂ. ഇതുപോലെ കവറിൻ്റെ പുറത്ത് പേപ്പർ കൊണ്ട് റോൾ ചെയ്ത് അത് ഇൻസുലേഷൻ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റിയിട്ടാണ് നമ്മൾ അയക്കുന്നത്. ആ സമയം ആണ് ഇത് 2 ദിവസം 3 ദിവസമൊക്കെ ഇതുപോലെ ഇരിക്കുമ്പോഴാണ് അതിനുള്ളിലുള്ള മണ്ണ് നന്നായിട്ട്
ടൈറ്റായി കട്ട പിടിച്ച് പോകുന്നത്. അത്യാവശ്യം നനവുള്ള മണ്ണായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അത് ടൈറ്റായി കട്ടയായി പോകുന്നത്. ഇത് നമ്മൾ അതേപടി തന്നെ ആ പോട്ടിലേക്ക് ഇറക്കി വെച്ച് നനവ് കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് റൂട്ട് പുറത്തേക്ക് വന്ന് ആ മണ്ണ് ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് സോഫ്റ്റ് ആയിക്കോളും. ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ള നമ്മൾ ആ കവറിൽ നിന്ന് പോട്ടിലേക്ക് മാറ്റിയ പ്ലാന്റ്സ് ആണിത്. ഈ ഒരു സൈസിൽ കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടല്ലേ ഇരിക്കുന്നത്. പൂക്കൾ വന്നു തുടങ്ങി. ഈ പ്ലാന്റും സെയിലുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചിരുന്നു, മുൻപത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഈ പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളടുത്ത് പ്ലാന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ ഒരിക്കലും നിങ്ങൾ അതിൻ്റെ പുറത്തുള്ള മണ്ണൊന്നും ഒഴിവാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആ മണ്ണ് ചിലരൊക്കെ വെള്ളത്തിലിട്ട് കഴുകി ഒഴിവാക്കി എന്നൊക്കെ പറയുന്നേക്കാം. ആ സമയത്താണ് അതിൻ്റെ റൂട്ടുകൾ ഡാമേജായി പോകുന്നത്. ഇനി നിങ്ങൾ ചില പ്ലാന്റ്സൊക്കെ ഇതുപോലെ ജിഫി ബാഗിലായിരിക്കും വാങ്ങിക്കുന്നത്. ഈ ജിഫി ബാഗിൽ പ്ലാന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ആ പുറത്തുള്ള കവറിങ് ഉണ്ടല്ലോ, അത് വളരെ സൂക്ഷ്മതയോടെ പതുക്കെ പൊട്ടിച്ചെടുക്കണം. അതിലെ ചകിരിച്ചോറൊന്നും ഇളകാത്ത രീതിയിൽ പതുക്കെ പൊട്ടിച്ചെടുക്കുക. ഇതിൽ നിന്ന് വേരുകൾ ഇതുപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ടാകും. എന്നാൽ കൂടിയിട്ടും ഇത് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഇത് അക്യുമൻസ് പ്ലാന്റ്സ് ആണ്. ഇതിന് ചെറിയ കിഴങ്ങുകളുണ്ടല്ലോ, അതൊക്കെ വലുതാകുന്ന സമയത്ത് അത് ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.